ഹലോ ഓൾ. സോ ഇന്ന് സാമിയുടെ ഫസ്റ്റ് ഡേ ഓഫ് പ്ലേ സ്കൂളാണ്. മോൾക്ക് ഇപ്പോൾ 2 വയസ്സേ ആയതുള്ളൂ. അപ്പോൾ ഞാനൊരു പ്രോപ്പർ സ്കൂളൊന്നും അല്ല, പക്ഷേ എങ്കിലും ബിഫോർ പ്രീ കെ ജി ഞാൻ ഒരു ട്രെയിനിങ് പോലെ വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ടൈംസിലാക്കിയത്. പിന്നെ ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കണ്ടീഷൻസായിട്ട് മീറ്റായ ഒരേ ഒരു പ്ലേ സ്കൂളാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന്, മീനിങ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എനിക്ക് അവളെ കാണാൻ പറ്റണം. എനിക്കൊന്ന് ഉറക്കെ വിളിച്ചാൽ ചിലപ്പോൾ അവൾക്ക് എൻ്റെ ശബ്ദം വരെ കേൾക്കാൻ പറ്റും. സോ അത്ര അടുത്താണ് ഈ പ്ലേ സ്കൂള്. പിന്നെ ഓൾസോ 2.5 hours ഉള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. അങ്ങനെ കുറച്ച് ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷൻസും ഒക്കെ മാച്ച് ആയിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ആയമാരാണെങ്കിലും എല്ലാവരും ഭയങ്കര സ്വീറ്റ് ആൻഡ് കെയറിങ് ആയിരുന്നു. ആൻഡ് ദേ അഷ്യോർഡ് മീ ദാറ്റ് ഷീ വിൽ ബി ഓൾ റൈറ്റ്, ഇവിടെ ഇരിക്കണം എന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ അവിടെ തന്നെയാണ് ഇരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. Slowly. You can sit for some time. എന്നോട് കുറച്ച് പേര് ചോദിച്ചു, എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ 2 വയസ്സുള്ള കുട്ടീനെ പ്ലേ സ്കൂളിലാക്കണമെന്ന് ചോദിച്ചു. ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് അവൾക്ക് ഭയങ്കര സ്ക്രീൻ ടൈം കൂടുതലായിരുന്നു. അവൾ ഫുൾ ടൈം വീട്ടിലിരിക്കുമ്പോൾ അവൾക്ക് സ്ക്രീൻ വെക്കണം. അപ്പോൾ അതൊന്നും മാറ്റണം എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് മെയിൻ തിങ്. അതുകൊണ്ടാണ് ഒരു 2-2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അത്രയും ടൈമെങ്കിലും സ്ക്രീനിൽ നിന്ന് മാറിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഐ എം ഓൾസോ ദെയർന്നു, ഞാനും എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പ്രോപ്പർ സ്കൂളിലേക്കുള്ള വിടണ പോലത്തെ ഒരു ഫീലിംഗ് ഇല്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ ഞാൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്നെ എല്ലാം പാടിയും പറഞ്ഞും ഒക്കെ കേൾപ്പിക്കുകയാണ്. ഇന്ന് ഇതൊക്കെയാണ് ടീച്ചർ കാണിച്ചത്, പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഞങ്ങൾ പോകുന്നത് നേരെ അച്ഛയുടെ അടുത്തേക്കാണ്. സോ ഇത് എൻ്റെ മദറിൻ്റെ യങ്ങർ ബ്രദറാണ്. സോ ഐ വാസ് ആക്ച്വലി സപ്പോസ് ടു കോൾ ഹിം ആസ് കൊച്ചച്ഛൻ, പക്ഷേ ഐ കുഡൻറ്റ് പ്രൊനൗൺസ് ദ ഹോൾ വേർഡ് ദെൻ. ഞാൻ തേനൂടെ കേജ് ഉള്ളപ്പോഴാണ്. അപ്പോൾ പിന്നെ അത് പിന്നെ എനിക്ക് കൊച്ചച്ഛൻ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെറുതാക്കി അച്ഛയാക്കി. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഫോളോ ചെയ്തു. സോ ബീങ് ദി ഫസ്റ്റ് ഗ്രാൻഡ് കിഡ് ദെയർ, എവ്രിബഡി എൽസ് ഫോളോഡ് മീ. അങ്ങനെ അച്ഛയായി. അപ്പോൾ അച്ഛ കൊണ്ടുവന്ന ഗിഫ്റ്റിനാട്ടോ അവൾ ഇത്രയും ഹാപ്പിനെസ്സും എക്സൈറ്റഡും ഒക്കെ ആയിട്ട് ഞാൻ കാണുന്നത്. ഞാൻ അവളെ ഇതുവരെ എത്ര ഗിഫ്റ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഹാപ്പി ആയിട്ടും ഇത്രയും എക്സൈറ്റഡ് ആയിട്ടും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമുണ്ട്. ഓൾസോ ഈ ഗിഫ്റ്റ് ഇപ്പോഴും പിടിച്ചുകൊണ്ടാട്ടോ നടക്കണേ. എപ്പോഴും പോയാലും ഇതും പിടിച്ചിട്ടാണ് നടക്കണേ. സോ അച്ഛ ഇസ് സെറ്റിൽഡ് ഇൻ US. സോനുമായും പിന്നെ മോനുണ്ട് കെവിൻ. അവർ രണ്ടുപേരും ഇപ്രാവശ്യം വന്നിട്ടില്ല. സോ എനി വിച്ച് വേസ് താങ്ക് യു സോനുമായി ഫോർ ഓൾ ദ ലവ്ലി ഗിഫ്റ്റ്സ്. എനിക്കും കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. സോ താങ്ക് യു അഗെയിൻ. വീണ്ടും കാണാം. ബൈ.